ഐ എം സ്നേഹ ആൻഡ് ഞാൻ റീസെന്റ് TFL ക്ലബ് സീസൺ 6 അറ്റൻഡ് ചെയ്തു. ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ സീസൺസിൽ നിന്ന് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ആയിരുന്നു. സോ ലെറ്റ് മി ടെൽ യു വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. ജൂൺ 2 ഞങ്ങൾ എല്ലാവരും പ്രോപ്പർട്ടിയിലെത്തി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്തായിരുന്നാൽ ക്രൗഡ് വളരെ മിക്സ്ഡ് ആയിരുന്നു. അവിടെ ബിസിനസ്മെൻ ഉണ്ടായിരുന്നു, ഫുൾ ടൈം ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ഉണ്ട്, ബിഗിനേഴ്സ്, ഏജൻസി ഓണേഴ്സ്, അങ്ങനെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ ഉണ്ടായിരുന്നു. ആൻഡ് പ്രോപ്പർട്ടി ആബ്സല്യൂട്ട്ലി ലക്ഷറിയസ്. സ്റ്റേ, ആംബിയൻസ്, ഫുഡ് എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. ഡേ 1 തന്നെ ഞങ്ങൾക്ക് ട്രേഡേഴ്സിന്റെ 100K കോമ്പറ്റീഷൻ അക്കൗണ്ട് കിട്ടി. ഈ തവണ ഞാൻ ജെന്യുവനായി എക്സൈറ്റഡ് ആയിരുന്നു. പ്രീവിയസ് സീസണിൽ ഞാൻ കോമ്പറ്റീഷൻ അത്ര സീരിയസ്ലി എടുത്തിട്ടില്ല. പക്ഷേ ഈ തവണ ഞാൻ ഡിസൈഡ് ചെയ്തു ഡിസിപ്ലിനോടെ ട്രേഡ് ചെയ്യാമെന്ന്. കോമ്പറ്റീഷൻ സിമ്പിൾ ആയിരുന്നു. ക്ലബ് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡർ വിന്നർ ആകും. അവന് 100K അക്കൗണ്ടും കിട്ടും. ഡേ 2 സ്റ്റാർട്ട് ചെയ്തത് വിരാജിന്റെ പേഴ്സണൽ ഫൈനാൻസ് സെഷനോടെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഫൈനാൻസ് ബേസിക്സ് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എമർജൻസി ഫണ്ട് എന്താ, ഇൻഷുറൻസ് എന്താ, ഇൻവെസ്റ്റിംഗ് എന്താ, ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷേ സെഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായ നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും രണ്ടും ഡിഫറെന്റ് ആണ്. ഞാൻ എമർജൻസി ഫണ്ടും ഇൻവെസ്റ്റ്മെന്റ്സും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ പൈസ കിട്ടുമ്പോൾ അതൊക്കെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബട്ട് അത് എമർജൻസിയിൽ ഒരിക്കലും യൂസ് ആയിട്ട് വരില്ല. ഫുൾ ഡേ ഡിസ്കഷൻസിൽ തന്നെ പോയി ഞങ്ങളെ ടീംസ് ആയി ഡിവൈഡ് ചെയ്തു ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ ഇത്രയും ഡിബേറ്റ്സും ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം പരസ്പരം കൊല്ലുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ നിന്ന് മനസ്സിലായി ഫാമിലി ഫൈനാൻഷ്യൽ പ്ലാനിങ് പോലെ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ക്ലാഷ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത് വളരെ ഡിഫിക്കൽട്ട് ആണെന്ന്. ഇത്രയും ഇന്റൻസ് സെഷൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായി. അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോയി. ആൻഡ് ഫുഡ്, ഓ മൈ ഗോഡ്, സൂപ്പർ ടേസ്റ്റി. നെക്സ്റ്റ് മോർണിംഗ് കോമ്പറ്റീഷൻ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ 11th പൊസിഷനിലായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ടോപ്പ് 5 എത്തണം. അന്ന് വാംസിയുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് സെഷനും ഉണ്ടായിരുന്നു. എന്റെ ഒപ്പീനിയനിൽ ബിഗിനേഴ്സിന് ഇത് വളരെ നല്ല സെഷൻ ആയിരുന്നു. വാംസി എക്സ്പ്ലെയിൻ ചെയ്തു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്താണ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, റിസ്ക് മാനേജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം സിമ്പിൾ ആയിട്ട് അവൻ ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു. പിന്നെ ഫ്യൂച്ചേഴ്സിൽ അഗ്രസീവ് ആവണമെന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. സ്ലോ ആയി ട്രസ്റ്റ് ചെയ്ത് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് അത് ഇമ്പോർട്ടന്റ്. ലഞ്ചിൽ രാജ്മ, പനീർ മഖനി, ആലു മട്ടർ, സ്റ്റീം റൈസ്, റോട്ടി, സാലഡ്, പാപ്പഡ്, പിന്നെ സ്വീഡിഷ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ടൈം വരെ പ്രോപ്പർട്ടിയോടും അവരുടെ ഫുഡിനോടും ഞാൻ ഫുൾ ആയിട്ട് ഒബ്സെസ്ഡ് ആയി. അതിനിടയിൽ ഞാൻ എന്റെ ഫണ്ടഡ് ഹൈവും GFT അക്കൗണ്ട്സ് ലൈവ് ട്രേഡ്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഈവനിങ്ങിൽ സമീറിന്റെ സൈക്കോളജി സെഷൻസ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ട്രേഡിൽ ബിസി ആയതുകൊണ്ട് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ കേട്ടപ്പോൾ സെഷൻ സെൽഫ് ബിലീഫ്, മൈൻഡ് സെറ്റ്, ട്രേഡിംഗ് സൈക്കോളജി എന്നിവയെ കുറിച്ചായിരുന്നു. ട്രേഡിംഗ് കുറച്ചു കാലം ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ട്രേഡിംഗിൽ മൈൻഡ് സെറ്റും സൈക്കോളജി എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പോൾ TFL ക്ലബിൽ നിന്ന് ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കോമ്പറ്റീഷൻ റാങ്കിങ് ആണെങ്കിൽ പ്രോഫിറ്റ് ആവുന്ന അടുക്ക് ലോസ് ആവുന്നു. ഇങ്ങനെ ആൻഡ് ഐ എം ഹോപ്പിംഗ് ഫോർ എ കം ബാക്ക്. അപ്പോൾ ഇനി എന്താ സംഭവിച്ച് 6 കോമ്പറ്റീഷൻ ജയിച്ചു, ഇതൊക്കെ ഞാൻ പാർട്ട് 2 കവർ ചെയ്യും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ മീ.